ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ഞാൻ വേറെ എവിടെയല്ല, സ്വിറ്റ്സർലൻഡിലാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഞാൻ അതിന് ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം മുതൽ തന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോസും ഓരോ യൂട്യൂബ് ചാനലും ഒക്കെ നോക്കിയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ ഏകദേശം എനിക്ക് ഭയങ്കര ഫെമിലിയറായി. കാരണം ഞാൻ അത്ര വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. പക്ഷേങ്കിൽ ഇന്നലെ നമ്മൾ സൂറിക്കിൽ മെനങ്ങാന്ന് രാത്രി എത്തിയിരുന്നു. ഇന്നലെ നമ്മൾ സൂറിക്കിൽ ഒരു വാട്ടർഫോളൊക്കെ കാണാൻ പോയി. അപ്പം മിക്കവാറും ഈ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും അത് വരുന്നത്. കാരണം നമ്മൾ ഇനിയുള്ള ഒരു 4 ദിവസം സ്റ്റേ ഇവിടെയാണ്. അപ്പം വില്ലേജ് ഏരിയസ് ആയിരിക്കും. നമ്മൾ സൂറിക്കിൽ ശരിക്കും സിറ്റി ഒന്നും കണ്ടില്ല, റെയിൻഫോൾസ് കണ്ടു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡേ സൂറിക്കിലും ലൂസേൺ എന്ന് പറയുന്ന സിറ്റിയിലേക്കും ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അന്ന് ശരിക്കും കുളിക്കുകയാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമ്മളിന്ന് റോതോൺ ബാൻ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ജേർണി ഉണ്ട്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രെയിൻ ജേർണിയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് ട്രെയിൻ ജേർണി ഇൻ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, വേൾഡിലെ തന്നെ മോസ്റ്റ് സീനിക് ആയിട്ടുള്ള ട്രെയിൻ ജേർണി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട്. ഞാൻ അറിയത്തില്ല, ചിലപ്പോൾ ഇന്നത്തെയും അടുത്ത വരുന്ന 2-3 ദിവസത്തെ ഗ്രിൻഡൽവാൾഡ്, ഇൻ്റർലേക്കൺ, ഇങ്ങനത്തെ കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലേജസിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണെല്ലാം. അപ്പം ചിലപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഇത് മാത്രം ഒരു വ്ളോഗായിട്ട്, ലെങ്ത് എത്ര പോകുന്നതനുസരിച്ച്. കാരണം അറിയില്ല, നമ്മൾ ചിലവർക്കൊക്കെ വീഡിയോ എടുക്കണ അത്ര ഇഷ്ടപ്പെടില്ല. അപ്പം പ്രൈവസിയൊക്കെ ആളുകളുടെ നോക്കണം. അപ്പം എത്രത്തോളം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ, ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അപ്പം അതെടുത്തപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ അതനുസരിച്ചിരിക്കും ഞാനിത് ഒറ്റ വീഡിയോ ആണോ അതോ നാളത്തെ വീഡിയോസൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അതിന് മുന്നേ ഞാൻ ഇന്നലെ വന്നപ്പോഴുള്ള ഇങ്ങോട്ടേക്കുള്ള ട്രെയിൻ ജേർണി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം ഫ്രണ്ടിൽ. എന്നിട്ട് നമ്മുടെ ഈ റൂമിൻ്റെ ഒരു വീഡിയോയും കൂടി ഇന്നലത്തെ കാണിച്ചു തരാം. അപ്പം ഇപ്പം എന്താ ഞാൻ ബാക്കിലത്തെ വ്യൂ ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാവേ. സോ ഇതാണ് ഗൈസ് നമ്മുടെ മോർണിംഗ് വ്യൂ. എന്ത് ബ്യൂട്ടിഫുള്ളാണല്ലേ. നമ്മൾ ശരിക്കും ഇന്നലെ രാത്രിയിൽ വന്നപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യൂ കാണാൻ നമ്മൾ ശരിക്കും സ്വർഗത്തിലാണോ എന്ന് തോന്നിപ്പോവും. അതാണ് സ്വിറ്റ്സർലൻഡിനെ ഭൂമിയുടെ സ്വർഗം എന്ന് പറയുന്നതും. ഈ മലയും ഇവിടുത്തെ ഈ ടൈപ്പ് ഓഫ് വീടുകളും പിന്നെ ലേക്കും, ചിലയിടത്ത് നമ്മൾ ഈ മലയുടെയൊക്കെ ഇടയിൽ കൂടെ വാട്ടർഫോൾ നമുക്ക് ട്രെയിനിൽ വരുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, അതെ ഇവിടെ മഞ്ഞൊക്കെ വീണ് കിടക്കണേ സൂപ്പർ വ്യൂ ആണ്. ഒരിക്കലും ക്യാമറയിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗി കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഇത് ട്രെയിനും ഉണ്ട് കേട്ടോ. ട്രെയിൻ ഇങ്ങനെ പോകും. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിലെ വ്യൂ ഇതാണ്. ഇതും ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പം നിങ്ങൾ റൂം ടൂറൊക്കെ കണ്ടിട്ട് വാ. ഇന്നലത്തെ ട്രെയിൻ ജേർണിയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. നമ്മളപ്പോൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രെയിൻ ലൂസേൺ ടു ഇൻ്റർലേക്കനാണ്. സ്വിറ്റ്സർലൻഡിലെ ഗോൾഡൻ പാസ് എക്സ്പ്രസ് റൂട്ട് എന്നാണ് ഈ ട്രെയിൻ ജേർണി അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ബെർണിന എക്സ്പ്രസ് ഒക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബെർണിന എക്സ്പ്രസ് ഒക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഈ ഒരു ട്രെയിൻ ജേർണി ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ വ്യൂസൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 1 hour അടുപ്പിച്ചാണ് ഈ ട്രെയിൻ ജേർണി വരുന്നത്. നമുക്കൊരിക്കലും നേരിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ 1 മണിക്കൂർ കണ്ട കാഴ്ചകളുടെ ഒരു മിനിറ്റ് ഭാഗമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പക്ഷേ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്ന ഒരു കാര്യം,
നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ മലയാളികൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ യാത്രകൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആ ഒരു നിമിഷം നമ്മൾ ആലോചിക്കുന്നത് ഇത്തരം കുറേ മൊമെൻറ്റ്സ് ആയിരിക്കും. നിങ്ങൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ആളുകളെ നോക്കിക്കാണുന്ന രീതി, നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി, ഇതൊക്കെ ഒരുപാട് നമുക്ക് ചേഞ്ച് ആവും. അതുകൊണ്ട് ലൈഫിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് യാത്ര ചെയ്യാന്നുള്ളത്. നമുക്ക് ഇത്രയും വലിയ സ്ഥലങ്ങളിലൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളെങ്കിലും പോയി കാണുക. കാരണം നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതിൽ. പക്ഷേ ഞാനിപ്പം UK വന്നിട്ട് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോഴൊക്കെ കണ്ട കാഴ്ചകൾ, 80ഉം 90ഉം വയസ്സായവർ വരെ ഒറ്റയ്ക്ക് വടിയൊക്കെ പിടിച്ച് മലകൾ കയറാൻ ട്രക്കിങ്ങിനൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് യാത്ര ചെയ്യണം എന്ന് പറയുന്നതെന്ന്. നമ്മളിപ്പോൾ ഇൻ്റർലേക്കണിൽ വന്നിറങ്ങി പിന്നെ മെയ്റിങ്കൻ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ ട്രെയിൻ ജേർണിയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂസൊക്കെ കണ്ടാണ് നമ്മൾ വന്നത്. അപ്പം ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ ഹോഫ് ആൻഡ് പോസ്റ്റ്. ഇനാഡ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നേ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. പക്ഷെ നമുക്ക് എല്ലായിടത്തേക്കും പെട്ടെന്ന് പോകാനും പറ്റും. ഈ ഹോട്ടൽ ഭയങ്കര നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നമുക്ക് കയറുമ്പം തന്നെ ഒരു സോഫ ഉണ്ടായിരുന്നു, സൈഡിൽ ഒരു TV ഉണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ വന്നില്ല. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ഒരു ബാത്റൂമും ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു. അത് സ്വിറ്റ്സർലൻഡിലെ എല്ലാ സ്ഥലങ്ങളിലും ബാത്റൂമും ബാക്കി റോഡും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ക്ലീനാണ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു റൂമിൽ നിന്ന്. നമുക്ക് 2 ജനലാണ് ഇവിടെ വരുന്നത്. 2 വിൻഡോയിൽ കൂടെയും നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വ്യൂ ഉണ്ടോ? തുറക്കുവോ? നമ്മളപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ട്രെയിൻ എടുത്തിട്ട് റോതോൺബാൺ ട്രെയിൻ ജേർണിക്ക് വേണ്ടിയിട്ട് ആ സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ വരുന്നത്. വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ബോയിൽഡ് എഗ് ഉണ്ടായിരുന്നു, പിന്നെ കോഫി ഐറ്റംസൊക്കെ, ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഓട്സ്, കോൺഫ്ലേക്സ് അങ്ങനത്തെ ഐറ്റംസ്, നട്ട്സ്, സീഡ്സ്, പാല്, പിന്നെ ഓട്സിനകത്തിടാൻ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും ഫ്ലേവേർഡ് യോഗേർട്ടും ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ജാം, ന്യൂട്ടല്ല, ബ്രെഡ്, ക്രോസൻറ്റ്, പിന്നെ ചീസ് ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ചീസും ബട്ടറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ആപ്പിളും ബേക്കൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രോസൻറ്റ് എടുത്തിട്ടുണ്ട്, ബട്ടറുണ്ട്. അവിടെ ന്യൂട്ടല്ല, ഹണി അങ്ങനെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ബട്ടർ എടുത്തു. പിന്നെ ഞാൻ ഓട്സ്, നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്, കുറച്ച് പാലും എല്ലാം കൂടെ ഒഴിച്ചിട്ടെടുത്തു. പിന്നെ ഇത് ഫ്ലേവേർഡ് യോഗട്ടാണ്, ജ്യൂസുണ്ട്. അപ്പം കഴിക്കാം. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഇതിലൊരു 2-3 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ, 2-3 അല്ല, ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തും. അവിടെ നിന്നാണ് നമുക്ക് ബാക്കി എല്ലായിടത്തേക്കുള്ള ട്രെയിൻ കിട്ടുന്നത്. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറേ ഉള്ളൂ നമ്മൾ പോകുന്ന സ്ഥലത്തെത്താൻ. നല്ല അടിപൊളി കിടിലൻ വ്യൂ ഉള്ളതാണ്. നമ്മൾ ബെർലിന എക്സ്പ്രസ് കയറാൻ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു നീ കുളിക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇൻട്രോ കൊടുത്തു.
എന്താണ് വെഡിങ് ആനിവേഴ്സറിയിൽ പറയാനുള്ളത്? ഒരു വർഷം അങ്ങനെ അങ്ങ് പോയി. അശ്വിനിയായിട്ടുള്ള ജീവിതം വളരെ മനോഹരമായിരുന്നു. ഇനി ഇവിടെ 100 വർഷം ജീവിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഓൾറെഡി ഇപ്പം 25, 26 എനിക്ക് 27 ആകുമ്പോൾ. ഞാൻ 25 ഇപ്പോഴും സ്റ്റക്കാണ്. 27 ആകുമ്പോൾ ഒന്നും ഓർക്കണില്ല. നമ്മൾ അങ്ങോട്ടാ പോണ. സിറ്റ് ഹിയർ. സിറ്റ്. അതോ നമ്മൾ അപ്പുറത്തോട്ടാണോ അറിയില്ല. ഏതാണ് അല്ല സീനില്ല. എവിടെ ഇരുന്നോ? അപ്പം അങ്ങോട്ടേക്കാ പോണം. ആക്ച്വലി വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രെയിൻ കണക്ഷൻ ഉള്ളൊരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. ഇവിടെ നമ്മൾ ഏത് സ്ഥലത്ത് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിലും ട്രെയിൻ കണക്ഷൻ എന്നല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് മിക്ക സ്ഥലത്ത് നമുക്ക് എത്താനായിട്ട് പറ്റും. അതുമാത്രമല്ല ഭയങ്കര നീറ്റ് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ സൂറിക്ക് മുതലേ നമുക്ക് കണ്ടിങ്ങനെ പോവാം. ഇതിപ്പം സൂറിക്കല്ല, വില്ലേജ് ഏരിയ, പക്ഷെ സിറ്റിയിലാണെങ്കിലും നല്ല വ്യൂസാണ് ഇവിടെ. ഇവിടെ ഇംഗ്ലീഷിലല്ല കേട്ടോ പറയുന്നത്, വേറെ ഏതോ ഭാഷയിലാണ്. ജർമ്മൻ എനിക്ക് അറിയില്ല, ചിലയിടത്ത് ജർമ്മനിലാണ് സംസാരിക്കണേ. ഇവിടെ ഓരോ സ്ഥലത്തും സ്വിറ്റ്സർലൻഡിൽ ഒന്നിൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ബ്ലൂ കളറ്. അത് കണ്ടോ, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ചെറുതായിരിക്കില്ല, അത് വലുതായിരിക്കും. നമുക്ക് ദൂരെ ഇരുന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ്. Nächster Halt, Meiringen, Endbahnhof. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ്. 7:40 ഇപ്പോൾ നമ്മളിവിടെ എത്തി. ടൈമിംഗ് ഒക്കെ ഇവിടെ ഭയങ്കര കറക്റ്റാണ് കേട്ടോ. നമ്മൾ പിന്നെ സ്വിസ് ട്രാവൽ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, പാസ് കാണിച്ചാൽ മതി. ഈ സ്റ്റോപ്പിൽ നിന്ന് ഇനി നമുക്ക് അടുത്ത ട്രെയിൻ കയറണം. ഈ ട്രെയിനിലാണ്, ഇൻ്റർലേക്കൺ ട്രെയിനാണിത്. ഇതിനകത്ത് കയറിയിട്ടാണ് നമുക്ക് ബ്രെയിൻസിൽ ഇറങ്ങേണ്ടത്. ഗൈസ്, നമ്മളങ്ങനെ ബ്രെയിൻസ് എത്തി. ഇതാണ് ബ്രെയിൻസ്, ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണിത്, ലേക്ക് വ്യൂ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഒരു 3 മിനിറ്റ് നടന്നാൽ നമുക്ക് ട്രെയിൻ കയറേണ്ട ബ്രെയിൻസ് റോഡ് നമ്മുടെ ഇന്നത്തെ ജേർണി സ്റ്റോപ്പിൽ എത്തും. സ്റ്റോപ്പിലല്ല, അവിടെ നിന്നാണ് തുടങ്ങുന്നത്, അവിടെ എത്തും. അതായത് ട്രെയിൻ കയറേണ്ട സ്ഥലത്ത് നമ്മൾ എത്തും. ഇവിടെ നമ്മൾ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് 1:30 ആകുമ്പോഴായിരിക്കും നമ്മൾ റോതോൺബാൻ ട്രെയിൻ ജേർണി കഴിഞ്ഞിട്ട് തിരിച്ച് താഴെ ഇവിടേക്ക് വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിവിടെ ഈ ലേക്കിൽ ബോട്ട് ജേർണിക്ക് പോകുന്നുണ്ട്. ഒരാൾക്ക് ഒരു ബോട്ടല്ല പോയെ, പിന്നെ അത് ഫ്രീ ആണ്, ഒരു സ്വിസ് ട്രാവൽ പാസ് വെച്ചിട്ട്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയാണ് ബ്രെയിൻസ് റോതോൺബാൻ. അവിടെ നിന്ന് വേണം നമുക്കത്, എല്ലാവരും അങ്ങോട്ടേ കാണാൻ തോന്നും. ഇവിടെ നിന്ന് വേണം നമുക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. കയറിയിട്ട് കാണാമേ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. നമ്മളിവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യം വന്നാലേ നല്ല വ്യൂ ഉള്ള സീറ്റൊക്കെ കിട്ടുള്ളൂ. നമ്മളങ്ങനെ കയറി. എപ്പോഴും ഇതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലുള്ള സീറ്റിലിരിക്കുക. കാരണം ഇതാണ് ബെസ്റ്റ് വ്യൂ. അതിനാണ് എല്ലാവരും ഇവിടെ വന്ന് ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് ക്യൂ നിൽക്കുന്നത്. നമുക്ക് ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ കണ്ടോളൂ.
ഗൈസ്, നമ്മൾ ഫൈനലി സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ്. ആനന്ദ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ ജേർണി? അടിപൊളിയായിരുന്നു. അതെ, നമുക്ക് ഫുള്ള് വ്യൂസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അത്ര അടിപൊളിയാണ്. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്നാലുള്ള വ്യൂ നോക്ക്. ആ കാണുന്നത് ബ്രെയിൻസ് ലേക്ക് ആവാനാണ് സാധ്യത. ആൻഡ് ക്ലൗഡ്സ്, ഒരു വഴി നമ്മൾ എത്തുമ്പോൾ ഫുള്ള് പിന്നെ ക്ലൗഡ്സ് മാത്രമേ കാണുള്ളേ. നമ്മളിനി മേലേക്ക് ഹൈക്ക് ചെയ്ത് പോകണം. ഗൈസ്, ഇതാണ് നമ്മുടെ വ്യൂ. നമുക്കിവിടെ നല്ല തണുപ്പെടുക്കും. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും വരിക. സീൻ വ്യൂ ആണ് ഗൈസ്. അത് കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്ന, നിങ്ങളെ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തെടുത്തൊക്കെ പോവാം. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള വ്യൂ ആണ്. അതിവിടെ മാത്രമല്ല, നമ്മൾ സ്വിറ്റ്സർലൻഡിൽ കണ്ട എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ കോർണറിനും ബ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും മേ ബി. ഫുൾ ക്ലൗഡ്സ് ആണ്. നമ്മളിവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലെ തോന്നും. ഇതിവിടുത്തെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. കോഫിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം, ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട്. ആ, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഇനിയിപ്പം മുകളിൽ കുറച്ചും കൂടി കയറിയിട്ട് തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കഴിക്കാം, അല്ലേ? അതെ, അതെ. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയല്ല. അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മൾ ഇവിടെ വരെ വന്നിട്ടുള്ളേ. ഇനി മുകളിലോട്ട് കയറുന്നതിനേക്കാളും നമ്മൾ അടുത്ത ട്രെയിനിൽ കയറി. കാരണം നമുക്ക് ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിനുള്ളത്. നമുക്ക് സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രെയിനുള്ളത്. പക്ഷേ അതിന് പകരം ഇപ്പോൾ വന്നൊരു ട്രെയിനിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ബാക്കി സ്ഥലങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടും. അപ്പോൾ മുകളിൽ പോയാലും എന്തായാലും വ്യൂ നമ്മൾ ഈ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് കാണാമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ച് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കപ്പം ഇത് പിടിക്കാം, ഇതിൽ പോകാം നമുക്ക്. അപ്പം നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് ബ്രെയിൻസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ബ്രെയിൻസിലേക്കാണ് ബാക്കിൽ കാണുന്നത്. ഇവിടുന്ന് ഒരു ബോട്ട് എടുത്തിട്ട് നമ്മൾ ഐസൽവാൾഡിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത്യാവശ്യമല്ല, നല്ല ക്യൂ ഉണ്ട് അവിടെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സ്വിസ് പാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്രീ ആണ് ഈ ബോട്ട് ജേർണി. നമുക്ക് മിസ്സാക്കണ്ടല്ലോ, നല്ല വ്യൂസൊക്കെ കണ്ട് പോകാം. ട്രെയിൻ ജേർണി അടിപൊളിയായിരുന്നു. അതിന് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ ജേർണി? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. 1 അവർ അങ്ങോട്ട് 1 അവർ ഇങ്ങോട്ട് അങ്ങനെയായിരുന്നു ട്രെയിൻ ജേർണി. അപ്പം നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഉച്ചക്കലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് ബോട്ടിൽ കയറാൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ബ്രെയിൻസ് കണ്ടിട്ട് ബോട്ടിൽ കയറാം. ഓക്കെ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പോയപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് നടന്നു നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ചെറിയ കട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ശരിയാണ്, അവർ വിചാരിക്കും നമ്മൾ അവരെ ഫോളോ ചെയ്യാണെന്ന്. നമ്മുടെ കൂട്ടത്തിൽ ട്രെയിനിൽ അടുത്തിരുന്ന 4 പേരായിരുന്നു, ഒരു ഫാമിലി. അപ്പോൾ അവരാണ് പറഞ്ഞത് സൂപ്പർ മാർക്കറ്റ് ക്ലോസ്ഡ് ആണെന്ന്. ആ വണ്ടി കൊള്ളാമല്ലോ.
കിട്ടി, കണ്ടില്ല? കൊള്ളായിരുന്നു. ലുക്ക് അറ്റ് ദിസ് വ്യൂ. അടിപൊളി. നല്ല ബ്ലൂ കളർ വാട്ടർ, അതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ബ്ലൂ കളർ വാട്ടറും ആ പച്ച കളർ മൗണ്ടെയിൻസും ഒക്കെ വന്നിട്ട് അടിപൊളി. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് സ്വാനിനൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം, അത് വൈബായിരിക്കും. എവിടെ ഫുഡ്? അവിടെ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. അല്ല, ഐസ്ക്രീമേ ഉള്ളെന്ന് തോന്നുന്നു അവിടെ. മാർഗരീറ്റ പിസ്സ ഉണ്ട്. മാർഗരീറ്റ പിസ്സ അതപ്പോൾ ഒരെണ്ണം വാങ്ങിക്കാം നമുക്ക്. ഈ സമയം മാർഗരീറ്റ പിസ്സ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു സീറ്റ് കിട്ടി. നമ്മളിവിടെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് കഴിക്കാം. ഇവിടെ ഇങ്ങനത്തെ ചെയർ ഫ്രീ ആണ് കേട്ടോ. ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ എല്ലാവരും അതേപോലെ എടുത്തിട്ടിട്ട് ഇരുന്ന് വ്യൂസൊക്കെ എൻജോയ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഹാവ് എ ലഞ്ച് വിത്ത് ദ വ്യൂ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. കഴിച്ചിട്ട് ടേസ്റ്റ് പറയൂ. പിസ്സ എങ്ങനെയുണ്ടെന്ന്. ഇവിടെ സാധാരണ എടുത്ത് ചീസിനും ബട്ടറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇന്ന് രാവിലെ കഴിച്ച എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. ജ്യൂസും എല്ലാം കൊള്ളാമോ? ട്രൈ ചെയ്യട്ടെ. ചൂടുണ്ടോ? ചൂട് ചൂടുണ്ട്. ഓട്ടെ, ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഗൈസ്, നമ്മുടെ ബോട്ടെത്തി. നമുക്ക് ബോട്ടിൽ കയറാം. ഇപ്പം തിരക്ക് കുറവാണ്. ഇപ്പം തിരക്കില്ല, ആളുകൾ കുറവാണ്. നമുക്ക് പോയി കയറാം. ഇങ്ങോട്ട് വരും. നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റ് പിടിക്കാൻ പോവാണേ, എന്നാലേ നല്ല വ്യൂ ഒക്കെ കിട്ടുള്ളൂ. സോ ഗൈസ്, ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഫ്രണ്ടിൽ ഒരുപാട് ഇരുന്നില്ല, എന്നാലും സൈഡ് സീറ്റൊക്കെ കിട്ടി. ഇത് ഇവിടുന്ന് ഇന്റർലേക്കൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബോട്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്റ്റോപ്പുണ്ട്. ഐസൽ വേൾഡ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. സ്പെല്ലിങ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങാനാണ് പ്ലാൻ. ഇത് ഒരു മണിക്കൂർ കൂടുമ്പോഴും ഉണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 മണിക്കൂർ കൂടുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ സ്വിസ് ട്രാവൽ പാസ് എടുത്തുകൊണ്ട് ഇത് ഫ്രീ ആണേ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഐസ് വേൾഡിൽ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും അവിടെ നമ്മൾ ഇന്റർലേക്കണിലേക്ക് സെയിം ബോട്ട് തന്നെ എടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാം.
പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്നലത്തെ ഞാൻ എടുത്ത വീഡിയോ റെയിൻഫോൾസിൻ്റെ എടുത്ത് ഞാൻ പാർട്ട് 2 എന്നും പറഞ്ഞിട്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ഒരു പ്ലാൻ ഇവിടുത്തെ ഇപ്പോൾ ഗ്രിൻഡൽവാൾഡ് ഇന്നത്തേത് അടുത്ത 3 ദിവസത്തെ ഒറ്റ വ്ളോഗായിട്ട് ചെയ്തിട്ട് മറ്റേ റെയിൻഫോൾസും പിന്നെ ലൂസേണിൽ പോകുന്ന സിറ്റി സൈഡിലെ വ്ളോഗ് പാർട്ട് 2 ആയിട്ട് ഇടാമെന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ മറ്റേ വീഡിയോയിൽ പാർട്ട് 2 എന്ന് പറഞ്ഞ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ക്ഷമിക്കുക. കാരണം ഈ വീഡിയോ അത്യാവശ്യം ഇന്നത്തേത് ലെങ്തി ആയതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ ഇത് ഒറ്റ വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2-3 വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും പാർട്ട് 2 എന്ന് പറഞ്ഞ് ഞാൻ റെയിൻഫോൾ ചെയ്തത് കാണുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെക്കുക കാണുന്നവർ. നമ്മളപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിലെത്തിയ ഐസൽവാൾഡിൽ. സോ നമ്മളിത് ഐസൽവാൾഡിൽ എത്തി. സോ ഇത് ഡ്രെയിൻസ് പോലത്തെ ഒരു സ്ഥലമാണ്, പക്ഷെ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോട്ട് സ്റ്റോപ്പ് ഇവിടെ ഇറങ്ങിയത്. ഇതൊരു ഫേമസ് ഫോട്ടോ സ്പോട്ടാണ്. നമ്മൾ പേ ചെയ്തിട്ട് വേണം കയറാൻ. 3 പൗണ്ട് എന്തോ ഇവിടെ പേ ചെയ്തിട്ട് അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും വെള്ളം പിടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഹോട്ടലിലാണെങ്കിൽ പോലും ഒരു വെള്ളം വെക്കില്ല, എല്ലായിടത്തും വെള്ളം കിട്ടും. നല്ല പ്യുവർ വാട്ടറാണ്. അതുകൊണ്ട് നമുക്ക് ബോട്ടിൽ കയ്യിൽ വെച്ചാൽ എവിടെ പോയിട്ടും വെള്ളം ഇങ്ങനെ പിടിച്ചു കുടിക്കാം. ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജ് വാക്കിംഗ് ആണ് കേട്ടോ. അപ്പം നല്ല വ്യൂസൊക്കെ കണ്ട് നമുക്ക് നടക്കാം. അപ്പോൾ നമ്മളിവിടെ ഏത് വില്ലേജ്? ഐസൽവാൾഡ് വില്ലേജ് ഒക്കെ അറിയത്തില്ല. പലരും പല പേര് ഐസൽവാൾഡ് എന്തോ ഐസൽവാൾഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ വില്ലേജ് കണ്ടിട്ട് ഇപ്പം നമ്മളിത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പം അടുത്ത ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് ഇത് കഴിഞ്ഞ് അടുത്ത ഇന്റർലേക്കാണ് അല്ലേ, അങ്ങോട്ടേക്ക് പോകാനാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു വില്ലേജ്? ഇത് ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു വില്ലേജ് ആണ്. കുഴപ്പമില്ല, പക്ഷെ നടക്കാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ബ്രെയിൻസിന്റെ ഒരു ചെറിയ ഇഷ്ടപ്പെട്ടത്
എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കാരണം രണ്ടും ഒരേപോലെ തന്നെ, ആ ലേക്ക് സൈഡും പിന്നെ ഈ ബിൽഡിങ്സ് എല്ലാം ഒരേപോലെ തന്നെ വരുന്നത്. പക്ഷെ ബ്രെയിൻസിനെക്കാൾ ചെറുതാണിത്. പിന്നെ വില്ലേജ് വോക്കും കുറച്ചും കൂടെ ആ വില്ലേജ് വ്യൂസ് ഒക്കെ കിട്ടാനായിട്ട് ഇവിടെ വരണം. അങ്ങനെയാണ്. ബ്രെയിൻസിൽ നമ്മൾ അധികം ഉള്ളോട്ട് കുഴപ്പമില്ല, രണ്ടും ഒരേപോലെ തന്നെ, രണ്ടും ഓക്കെ ആണ്. എനിക്ക് ഓപ്പോസിറ്റ്, എനിക്ക് ഇതാണ് ഓക്കെ. അല്ല ബ്രെയിൻസ് കിടിലല്ല എന്നല്ല, ബ്രെയിൻസ് അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനെ വില്ലേജിലൊക്കെ നമുക്ക് കുറച്ചും കൂടി കാമായിട്ട് നടക്കാൻ കുറച്ചും കൂടി ഇത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഇന്ന് ഇന്റർലേക്കണിൽ പോകാൻ പ്ലാനേ ഇല്ലായിരുന്നു. നാളത്തേക്കാണ് ഇന്റർലേക്കൺ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്റർലേക്കണ് എനിക്ക് തോന്നുന്നു ഇന്റർലേക്കണിനെക്കാളും ബ്രെയിൻസ് തന്നെ ആയിരിക്കും ഇഷ്ടപ്പെടാൻ ചാൻസ്. കാരണം ഇന്റർലേക്കൺ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു. പക്ഷെ അതും നല്ല ഭംഗിയുള്ള ടൗൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ നാളെ ലോട്ടർബ്രണ്ണനും ഇന്റർലേക്കണുമായിരുന്നു പ്ലാൻ ചെയ്ത്. ഇന്ന് സമയമുള്ളത് കൊണ്ട് നമ്മൾ ബോട്ട് നേരെ അവിടെ പോയി ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അപ്പം നാളെ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും ബാക്കിയുള്ളടത്ത്. റഷ് ചെയ്യാണ്ട് നമുക്ക് സാവധാനം. 3:40 അപ്പം ഇനിയും നമുക്ക് കുറച്ച് സമയമുണ്ട് വൈകിട്ടത്തേക്ക് അല്ലേ? അതെ, കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് നേരം ഇരുട്ടാൻ വേണ്ടിയിട്ട് 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സമയമുണ്ട്. ഇനി നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. അത് ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ സ്വിറ്റ്സർലൻഡിന്റെ ഏത് കോർണറിൽ നോക്കിയാലും ഒരു ഭംഗിയാണ് അല്ലേ? ഇവിടെ ഫുള്ള് നമ്മള് സൂറിക്ക് മുതൽ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ഭംഗിയാണ്. നമ്മള് റീലിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ വിചാരിക്കും അത് ഒരു സ്ഥലത്തേ ഉള്ളെന്ന്. പക്ഷെ അങ്ങനെയല്ല, എല്ലായിടവും ഭംഗി തന്നെയാണ്. ഇവിടെ ഏതോ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കൊറിയൻ ഡ്രാമ ഹിറ്റായ ഏതോ സ്ഥലം. അവിടെ ഫുൾ മറ്റേ കൊറിയൻ ആൾക്കാരായിരുന്നു മറ്റേ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പേ ചെയ്ത് കയറണം തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ഞാനത് കാണിച്ചായിരുന്നു, ഒരു ഫേമസ് ഫോട്ടോ സ്പോട്ട് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് എടുത്തില്ല. നമുക്കറിയില്ല, വേറെ കുറച്ചും കൂടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ. അതുകൊണ്ട് പിന്നെ പേ ചെയ്തെടുത്തില്ല. അപ്പോൾ നമുക്കിനി ബോട്ടിൽ കയറി ഇറങ്ങിയിട്ട് ഇന്റർലേക്കണിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇന്റർലേക്കണിലെത്തി, ബോട്ടിറങ്ങി. ഇതേ ഇന്റർലേക്കണിൽ ഫ്രണ്ടിൽ തന്നെയാണ് ട്രെയിൻ സ്റ്റേഷനും. നമ്മൾ പക്ഷേ വല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ എന്തെങ്കിലും ഇവിടെ കാണാനുണ്ടെങ്കിൽ കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഹാഡർകും എന്ന് പറയുന്ന ഒരു ടോപ്പ് ഓഫ് ഇന്റർലേക്കൺ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കൊരു ചെറിയ ട്രെയിൻ പോകുന്നതാണ്. മുകളിൽ ടോപ്പ് ഓഫ് വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോഴേ ഇന്ന് കയറുള്ളൂ അവിടെ, ചിലപ്പോൾ കയറില്ല. എന്തായാലും നോക്കാം. നമ്മളപ്പോൾ ട്രെയിൻ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, കൂപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിക്കാം. എടാ, ഈ ടോബ്ലറോണിലാണെന്ന് തോന്നുന്നു നമുക്ക് പേരെഴുതി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്യാം അല്ലേ? ഇതിൽ നമുക്ക് ഈ ടോബ്ലറോണിൽ നമുക്ക് പേരെഴുതി കിട്ടും. ഇങ്ങനത്തെ ഒരു കൗബെല്ലുള്ള, ശരിക്കും ബെല്ലുള്ള ഒരു സോനിയർ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് സോനിയർ വാങ്ങിക്കുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്ക്, എൻ്റെയും ആനന്ദിൻ്റെയും വീട്ടിലേക്ക് ഇതേപോലത്തെ ഒരു ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ടോബ്ലറോൺ ചെയ്യിപ്പിച്ചില്ല ഗൈസ്. നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്ക് 9-10 CHF ആണ്. പക്ഷേ വെറുതെ അത്രയാണെന്നുണ്ടെങ്കിലും നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ വളരെ നല്ലൊരു തീരുമാനമെടുത്തു. എന്തായാലും നമ്മൾ കഴിച്ച് കളയേണ്ടതായിരിക്കുമല്ലോ. കഴിക്കും, ആ കവർ ചിലവർ സൂക്ഷിച്ച് വെക്കാം. എന്നാലും എൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനാണ്. റീലിനൊക്കെ ആണെങ്കിൽ കൊള്ളാം, വെറൈറ്റി ആണല്ലോ ടോബ്ലറോണിൽ പേരെഴുതി കിട്ടുന്നത്. വാട്ട്സ് അവർ നെക്സ്റ്റ് പ്ലാൻ? കടച്ചായ? അത് ഇതിനകത്താണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കടയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വേണോ, കൂപ്പ് വേണോ? നമുക്ക് റേറ്റ് നോക്കിയിട്ട് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങൂന്നേ ഇന്ത്യൻ ഫുഡിൻ്റെ മണം അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണുന്നുണ്ട്.
ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അർത്ഥം. അവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്, കാണാം. ലാൽ കില അങ്ങനെ ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ്. പോയി നോക്കാം. ഇത് ഏത് ഭാഷ? പ്രൈസ് എത്രയാണെന്ന് കാണുന്നില്ലല്ലോ. നമ്മൾ ഈ കടയിൽ കയറിയിട്ട് ഒരു ചിക്കൻ കബാബ് റാപ്പും സമൂസയും ഫാൻഡയും ആണ് പറഞ്ഞത്. വമ്പൻ റേറ്റാണ് ഇവിടെ, അതുകൊണ്ട് നമ്മൾ അധികമൊന്നും പറഞ്ഞില്ല. ഏറ്റവും വില കുറഞ്ഞത് നോക്കി അങ്ങ് എടുത്തു. അപ്പം കഴിക്കട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. എന്നാലും നമ്മൾ വാങ്ങിച്ച സാധനം ആക്ച്വലി ഉള്ളതിൽ വെച്ച് കുഴപ്പമില്ല. പക്ഷെ കറിക്കൊക്കെ ഭയങ്കര കാശാണ്. പക്ഷെ അവിടെ വന്നിരുന്ന ആളുകൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ടോപ്പ് ഓഫ് ഇന്റർലേക്കണിൽ പോകുന്ന ഹാഡക്കും എന്ന് പറയുന്ന ട്രെയിൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ടൈം കഴിഞ്ഞു. 4:30 എന്തോ ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ് ടൈം. നാളെ രാവിലെ ആണെങ്കിൽ വരാം, അതായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മൾ ഓൾറെഡി ഇപ്പം വലിയ ടോപ്പിൽ പോയല്ലോ അല്ലേ, നമ്മൾ ബ്രെയിൻസിൽ പോയില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും മുകളിൽ പോയിട്ട് വ്യൂ ഒക്കെ കണ്ടു. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ വരാൻ ചാൻസ് കുറവാണ്. കൊള്ളാം, ഇവിടെ നല്ല ഭംഗിയുണ്ട് അല്ലേ. പ്ലാൻ ഇന്നിവിടെ റിലാക്സ് ചെയ്യുക എന്നതായിരിക്കും. ലേക്ക് വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇരിക്കാമല്ലേ. വേറെ ഹാഡക്കുമാണ് ഇവിടുത്തെ ബെസ്റ്റ് സംഭവം. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ നല്ല കാറ്റൊക്കെ അടിച്ച് ഹായ് കൊള്ളല്ലേ. നല്ല നല്ല ഒരു ചെറിയ ലേക്ക്. ഇന്റർലേക്കഡ് എന്ന് പേര് വരാൻ കാരണം ലേക്ക് ബ്രെയിൻസ്, അതായത് നമ്മളിപ്പം ബോട്ടിൽ വന്നല്ലോ അതിൻ്റെ ബ്രെയിൻസ് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട്, ആ ലേക്ക് ബ്രെയിൻസിനും ലേക്ക് തുണ്ണെന്ന് പറയുന്ന ലേക്കിനും ഇടയിൽ വരുന്ന ഒരു സിറ്റി ആയതുകൊണ്ടാണ് ഇന്റർലേക്കഡ്. 2 ലേക്കിൻ്റെ ഇടയിൽ വരുന്നതായതുകൊണ്ടാണ് ഇന്റർലേക്കഡ് എന്ന് പേര് വന്നിട്ടുള്ളത്. അറിയാമോ? എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു അടുത്ത്. ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തരാ, എനിക്ക് ക്രെഡിറ്റ് തരും. ക്രെഡിറ്റ് ഒക്കെ ഞാൻ ചോദിച്ചു വാങ്ങിക്കണം. അത് പ്ലാൻ ഒന്നും ചെയ്യത്തില്ല, ഞാനാണ് ഇതെല്ലാം ഫുള്ള് പ്ലാൻ ചെയ്ത്. അതെങ്ങനെ? പ്ലാനർ ആണെങ്കിൽ ഞാൻ എക്സിക്യൂഷൻ. അതെപ്പോ എക്സിക്യൂട്ട് ചെയ്ത്? ഞാൻ അശ്വിനി എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ചോദിച്ചു വരുമ്പോഴും ഞാനാണ് പറയുന്നത് പോവാ നമ്മൾ എന്തോ ഒരു ലൈഫ് പ്ലാൻ. എവിടൊക്കെ പോകണം, ഏതൊക്കെ സ്ഥലം പോകണം, ഈ സ്ഥലം എല്ലാം കണ്ടുപിടിച്ച് എൻ്റെ ടൈം ടേബിളും തയ്യാറാക്കി. എന്തിന് ഇന്ന് രാവിലെ വന്ന് ട്രെയിനിന്റെ ടൈം വരെ ഞാൻ വേണം നോക്കാൻ. സംഭവം എന്താന്ന് വെച്ചാൽ എനിക്കറിയാം എന്താ ട്രെയിനിന്റെ ടൈം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് സൈഡിൽ കൂടുതൽ ഇനി ഇൻവോൾവ് ചെയ്ത് അലമ്പാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് വിട്ടുകൊടുത്ത അശ്വനിക്ക്. അല്ലേ, അടുത്ത ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യും. ഞാൻ സമ്മതിച്ചു. അടുത്ത നമ്മൾ എങ്ങോട്ട്? ഇന്ത്യയിലോട്ട്. നാട്ടിൽ വരുന്ന ട്രിപ്പ്. ഓക്കെ, നമുക്കിവിടെ എന്തെങ്കിലും നോക്കാം, അല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് റൂമിൽ പോവാം. ഇതിവിടുത്തെ ഒരു മെയിൻ ഫോട്ടോ സ്പോട്ടാണ്. ഇന്റർലേക്കണിൽ വരുമ്പോൾ എല്ലാവരും ഇവിടെ നിന്നിട്ട് ഈ ലേക്കിൻ്റെ വ്യൂവിലൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. പല വീഡിയോസിലും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വീണ്ടും ഇവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ കയറിയേ. ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് വിലയുണ്ട്. 36 CHF ആണ് ഇതിന് വില.
പിന്നെ കുറേ ഐറ്റംസ് ഇരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയാൽ പൊട്ടിപ്പോവും ഫ്ലൈറ്റിൽ. ഇവിടെ കുറേ സാധനം ഉണ്ടെടാ, കീ ചെയിനൊക്കെ. അത് കൊള്ളാം. ക്ലോക്ക് ഇത് അടിപൊളിയല്ലേ, കുറേ ക്ലോക്ക് ഉണ്ട്. ക്ലോക്കാണ്. ഇതിൻ്റെ വില നോക്കണം, 419 CHF, അതായത് ഒരു 50,000 രൂപ നാട്ടിലെ. നമ്മളൊരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചു. അത് ചോക്ലേറ്റ് ആണോ? അത് ചോക്ലേറ്റ് ആണോ അതിനോണ്ടിരിക്കണേ? ആയിരിക്കുമോ? മണം വരുന്നുണ്ട്. ഗൈസ്, നമ്മളപ്പോൾ ഒരു ദുബായ് ചോക്ലേറ്റ് ഫ്ലേവറും ഒരു ഡാർക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങി. ഗൈസ്, നമ്മൾ നടന്ന് ഈ പാർക്കിലേക്ക് വന്നു. ഇവിടെ നമുക്കിരുന്നാൽ പാരാഗ്ലൈഡിങ് ഒക്കെ കാണാം. ഇതേ മുകളിലേക്ക് നോക്കിയാൽ കാണാം. എവിടുന്നോ ആണ് അവർ ചെയ്യുന്നത് ഇത്. ഇവിടെ എനിക്കറിയില്ല, എല്ലാവർക്കും ചെയ്യാമെന്നുള്ളത് അറിയത്തില്ല. എന്താ എന്ത്? ഓ ആ ശരിയാണ്, വൈറ്റ് കളർ മല. അതായിരിക്കുമോ അത്? ദേ ആ 2 പച്ച മലയുടെ നടുക്ക് വൈറ്റ് കളറ്. അത് ഉറപ്പായിട്ടും യുങ്ഫ്രോ ആയിരിക്കും അല്ലേ? എനിക്കറിയില്ല, യുങ്ഫ്രോ ആണോ എന്ന് എനിക്കറിയില്ല. അത് തന്നെ ആയിരിക്കും അത്. അതൊരു പൊളി. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ പാരാഗ്ലൈഡിങ്. ഇവിടെ പല കളറിലെ റോസ ഉണ്ട്. അത് ഇതിൻ്റെയൊക്കെ കളർ നോക്ക്, നല്ല യെല്ലോയും ഓറഞ്ചും കൂടിയുള്ള കോമ്പിനേഷൻ. വെറൈറ്റി, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതേ യെല്ലോ കളറ്, അത് അതിനേക്കാളും ഭംഗി. നല്ല ഭംഗിയില്ലേ റോസാപ്പൂ കാണാൻ? നല്ല വിടർന്ന് നിൽക്കുന്നത്. ഇത് വലിയ റോസാപ്പൂ. മണമുണ്ടോ? ഞാൻ നോക്കാം. അത് കൊള്ളാം. ഇവിടെ ഇങ്ങനെ കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. എത്രയാണ് റേറ്റ് എന്നൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും ട്രൈ ചെയ്യുന്നില്ല. ക്യാമറാമാൻ ആനന്ദിനോടൊപ്പം. ഇത് അടുത്ത റെഡ് കളർ റോസ, അത് അതിനേക്കാളും ഭംഗിയുണ്ട്. ഗൈസ്, നിങ്ങൾ നോക്കൂ, ഈ റോസാപ്പൂവിൻ്റെ ഇടയിൽ കൂടെ ആ 2 പച്ച കളർ മൗണ്ടൈനും അതിൻ്റെ നടുക്ക് ആ മഞ്ഞുമലയും. അടിപൊളി വ്യൂ അല്ലേ? നമ്മളപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനി റൂമിലേക്ക് പോവുക. ട്രെയിൻ കയറിയിട്ട് പോകുക. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ട്രെയിനിലെ വ്യൂ ഒക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ട്രെയിൻ ജേർണി ഒന്നും എടുക്കുന്നില്ല. നമ്മളപ്പോൾ ഇവിടെ കൂപ്പിൽ കയറിയിട്ട് ജസ്റ്റ് കുറച്ച് സ്ട്രോബെറിയും കോഫിയും മാത്രം വാങ്ങിച്ചു. വേറെ ഒന്നും കിട്ടിയില്ല. അപ്പം അത് വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അടുത്ത സ്ഥലത്ത് കാണാം. അതുവരെ